വിളവെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ കയ്യിലുള്ള സാധനം എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇത് കാണുകയെന്ന് വെച്ചാൽ ഇത് റിമോട്ടാണ് കേട്ടോ. ഞാൻ മാറ്റി വെക്കാം, അത് ടേബിൾ മേലെ ഓൾറെഡി ഉണ്ടായതാണ്. അതായത് നമ്മളെ ബോക്സ് ഇത് സ്ഥിരമായിട്ട് നമ്മളെ കൈമേൽ ഒരു 10 എണ്ണം ബാലൻസ് വരുന്നതിനിടയിൽ നമ്മൾ അടുത്തത് ഇറക്കണം. അത് വേണം. പിന്നെ വേണ്ടത് നമ്മളെ വെയിൻ മെഷീൻ. ഇത് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. 400 സംതിങ് ആണ് വലിയ വില. പിന്നെ ഇത് നമ്മളെ ഒട്ടിക്കുന്ന ഷീറ്റ് ഫിലിമില്ലേ, നമ്മളതിനകത്തിട്ടിട്ട് കവർ ചെയ്യുന്ന ബോക്സ് കവർ ചെയ്യുന്ന ഷീറ്റ്. പിന്നെ വേണ്ടത് വെച്ചാൽ മെയിനായിട്ട് വേണ്ട നമ്മളെ എസ്കോഡ് വരുത്തില്ലേ, നമ്മളെ എൻ്റെ സ്റ്റിക്കർ കഴിഞ്ഞിട്ടുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട്, ഞാൻ കാണിച്ച ജസ്റ്റ്. ഇത് വേണം കേട്ടോ, സ്റ്റിക്കർ നമ്മളെ ലൈസൻസ് കിട്ടിയതിൻ്റെ ഒരു സംഭവമില്ലേ, അതെല്ലാം ഉള്ള അതെല്ലാം വരുന്ന ഇത് വേണം ഒരെണ്ണം നമ്മളെ കയ്യിൽ കറക്റ്റായിട്ട് വേണം. പിന്നെ ഒന്ന് വേണ്ടത് വെച്ചാൽ നമ്മളെ മാർക്കർ, നമ്മൾ നല്ല ഡേറ്റ് വെയിറ്റ് നമ്മളെ വർഷവും കാര്യങ്ങളെല്ലാം എഴുതുന്ന സംഭവം. പിന്നെ വേണ്ടത് നമുക്ക് കട്ട് ചെയ്യാനുള്ള ചെറിയൊരു നൈഫ്. പിന്നെ വേണ്ടത് നമുക്ക് അഥവാ ബോക്സ് തീർന്നു പോയി എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് പാക്ക് ചെയ്ത് വിടുക. നമ്മുടെ ദിവസമുള്ള പരിപാടി അങ്ങനെ നടന്നു വേണ്ടേ, നമ്മൾ ഈ ഒരു പാക്കിങ് നമ്മൾ സ്റ്റോക്കാക്കി വെക്കണം. അഥവാ നമ്മളത് ബോക്സ് തീർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കവറിനകത്തായാലും കൊടുത്തു വിടാം. പിന്നെ വേണ്ടത് നമ്മുടെ സീലിംഗ് മെഷീൻ. ഇപ്പം ഇത്തിരി സാധനങ്ങളാണ് നമുക്ക് കൂൺ കൃഷി ചെയ്യുമ്പോൾ വേണ്ടത്. പിന്നെ നമുക്കൊരു അത്യാവശ്യം സിസേറിയൻ കരുതിയിട്ടുണ്ടെങ്കിൽ സിസേഴ്സും നമ്മൾ കരുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ എളുപ്പമാവും. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു എക്സ്ട്രാ ഷെഡ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ കൂൺ കൃഷിക്ക് ഇറങ്ങുമ്പോൾ ആദ്യം തന്നെ എന്നാ വേണ്ടതെന്ന് വെച്ചാൽ ഒരുപാട് ബെഡ് ഒന്നിച്ചിടരുത്. ആദ്യം ഒരു 10-15 ബെഡ് ഇടുക. എന്നിട്ട് നമ്മൾ കടയിൽ കൊടുത്തിട്ട് സെയിലാകുന്നുണ്ടോ എന്ന് നോക്കുക. സെയിലാകുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ കൂടുതൽ ബെഡ് ഇടാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അപ്പോൾ ഞാനിത് വാർപ്പിൻ്റെ മുകളിലാക്കിയിട്ടുള്ളത്. എത്രത്തോളം വിജയിക്കുമെന്ന് എനിക്കറിയില്ല. ഇതാണ് ഷെഡ്, ഒറ്റയ്ക്ക് തന്നെ ആക്കിയതാണ് കേട്ടോ. അതുകൊണ്ട് അതിൻ്റേതായ പോരായ്മകളുണ്ടാവും. പക്ഷെ എന്നാലും സാരമില്ല, നമ്മൾ ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ വലിയ ഹൈറ്റൊക്കെ നമ്മളെ കൊണ്ട് താങ്ങൂല. ഇപ്പോൾ ഞാനിത് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മളെ മിൽക്കി മഷ്റൂമല്ലേ, അതാണ് കേട്ടോ. കുറച്ച് ബെഡ് ഒരുപാട് ആക്കിയിട്ടില്ല, ഒരു 20 ബെഡിനുള്ളതേ ഞാൻ ആക്കിയിട്ടുള്ളൂ. ഒരുപാട് ആക്കിയിട്ടില്ല. കാരണം ഒരുപാട് ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ പരാജയപ്പെട്ടു പോയെങ്കിൽ പിന്നെ നമുക്കത് ടെൻഷനല്ലേ. അപ്പോൾ ഞാനൊരു 20 ബെഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാ അതിൻ്റെ മൈസീലെല്ലാം നല്ല സ്പ്രെഡായി അടിപൊളിയായി വന്നിട്ടുണ്ട്. അതിന് കൂണിൻ്റെ ചെറിയൊരു പൊടി പോലെ വന്നിട്ടുണ്ട്. ഇതിനകത്ത് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ കൂൺ കൃഷി ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് കൂൺ കൃഷി മാത്രം പോരല്ല. അപ്പോൾ അത്യാവശ്യം നമ്മൾ വെണ്ടക്ക, പിന്നെ അത് സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് ഞാനെന്തൊരു പഴയ ഡ്രമ്മുണ്ടായിരുന്നു, അപ്പോൾ അതിനകത്ത് കുറച്ച് കരിമ്പ് ഇതൊക്കെ ചോളം, പിന്നെ പയർ, കോവൽ, ഇതിന് പപ്പായ, ഇതും കോവൽ, ഇത് 2-3 ടൈപ്പ് കോവലുണ്ട്. അപ്പോൾ ആ കോവൽ, പിന്നെ കുറച്ച് ചീര, ലേശം സ്ഥലപരിമിതി ഉണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ തക്കാളി. അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.